ഒരു സമാധാന ചർച്ച നടന്നുകൊണ്ടിരിക്കെ ആ ചർച്ചയ്ക്കൊരു പ്രാധാന്യവും കൽപ്പിക്കാതെ വീണ്ടും ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാനിൽ ഇസ്രയേൽ. ആക്രമണം നേരിട്ട് നടത്തിയത് ഇസ്രയേൽ ആണെങ്കിലും പിന്നിൽ അമേരിക്ക തന്നെയാണെന്ന് രണ്ട് അഭിപ്രായമില്ല. ഏറ്റവും ഒടുവിൽ തങ്ങൾ കൂടി ആ ആക്രമണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുക കൂടി ചെയ്തതോടെ അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് നടത്തിയ ഒരു ആക്രമണമായി ഇത് മാറിയിട്ടുണ്ട്. പാശ്ചാത്യർ അങ്ങനെയാണ്. മാനുഷിക മൂല്യങ്ങൾക്കോ സാമൂഹിക മൂല്യങ്ങൾക്കോ ഒരു പരിഗണനയും അവർ നൽകില്ല. എന്തിനേറെ പറയുന്ന വാക്കിനോട് പോലും അവർ നീതി പുലർത്തില്ല. എല്ലാ സജ്ജീകരണങ്ങളുമായി അമേരിക്ക ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ ഒരു ചർച്ചക്കും ഇനിയൊരു പ്രസക്തിയുമില്ലെന്ന് ലോകം വിലയിരുത്തിയത് തന്നെയാണ്. എന്നിരുന്നാലും അന്താരാഷ്ട്ര മര്യാദ എന്നത് തൻ്റെ അധികാരത്തിനും എത്രയോ താഴെയാണെന്ന് ഒരാൾ കരുതിയിറങ്ങിയാൽ പിന്നീട് അവരെക്കുറിച്ച് എന്ത് പറയാനാണ്? ഒരു ഭാഗത്ത് കൂറ്റൻ സൈനിക സജ്ജീകരണങ്ങൾ തയ്യാറാക്കി നിർത്തിയിരുന്നു അമേരിക്ക. എന്നാൽ ഈ സജ്ജീകരണങ്ങൾ കണ്ട ഇറാൻ ഏതെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാൻ മുന്നോട്ട് വന്നില്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥർ പോലും ഇറാന്റെ ഈ നിലപാടിനെ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. യുദ്ധം അമേരിക്ക തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും, ആദ്യം ഞങ്ങൾ ആക്രമിക്കില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. 5ഓളം സ്ഥലങ്ങളിൽ ആക്രമണം നടന്നു എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ 30ഓളം സ്ഥലങ്ങളിൽ എന്നുമുള്ള അഭിപ്രായങ്ങളും പല അന്താരാഷ്ട്ര നിരീക്ഷകരും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇസ്രയേൽ മാത്രമാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു ആദ്യ വാർത്തകൾ. എന്നാൽ പിന്നീട് ഡൊണാൾഡ് ട്രംപ് ആക്രമണം ആരംഭിച്ചതായുള്ള സ്ഥിരീകരണം നടത്തി. ഞങ്ങൾ തുടങ്ങി എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതോടെ അമേരിക്ക കൂടി പങ്കെടുത്ത ആക്രമണം എന്ന വിലയിരുത്തലുണ്ടായി. ഇതിനു പിന്നാലെ ഇറാൻ അവരുടെ മിഗ് വിമാനങ്ങളുമായി ടെഹ്റാനിൽ പ്രത്യാക്രമണത്തിന് മുതിർന്നു എന്ന വാർത്തകളും ചില ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ആക്രമണശേഷം ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും വിമാനങ്ങൾ തിരിച്ച് അവരുടെ വ്യോമതാവളങ്ങളിൽ തിരിച്ചിറങ്ങി എന്നുമുള്ള വാർത്തകൾ വന്നു. ഓരോ ഘട്ടം ഘട്ടമായാണ് ആക്രമണം നടത്തുന്ന യുദ്ധവിമാനങ്ങളെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനു മുൻപ് 3 കാര്യങ്ങൾ ട്രംപ് കർശനമായി മുന്നോട്ട് വെക്കുകയും ഈ 3 കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് സൈനിക ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്, യുദ്ധം ദീർഘകാലത്തേക്ക് നീണ്ടുപോകുന്ന തരത്തിലാവാൻ പാടില്ല. ആഴ്ചകൾക്കുള്ളിൽ തന്നെ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ദീർഘകാലത്തേക്ക് യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കക്ക് സാമ്പത്തികമായും മറ്റും എല്ലാ അർത്ഥത്തിലും തിരിച്ചടിയാകുമെന്ന് ട്രംപിനെ യുദ്ധവിദഗ്ധർ ഉപദേശിച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ആക്രമണ കാലയളവിൽ തന്നെ ഇറാന്റെ പരമാവധി ആയുധശേഷിയും പ്രത്യാക്രമണ ശേഷിയും തകർക്കണമെന്ന നിർദ്ദേശമാണ്. മൂന്നാമത്തേത്, ഇറാന്റെ ആക്രമണം അല്ലെങ്കിൽ ഇറാന്റെ പ്രത്യാക്രമണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇസ്രയേൽ അവരുടെ രാജ്യത്ത് നടപ്പിലാക്കണം, ഉറപ്പുവരുത്തണമെന്നാണ്. മറ്റൊരു കാര്യം, ഈ ആക്രമണത്തോടെ നിലവിലുള്ള ഇറാനിലെ ഭരണകൂടത്തെ തകർത്തെറിഞ്ഞൊരു റെജിം ചേഞ്ച് തന്നെ നടത്തി തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പാവ ഗവൺമെന്റിനെ അവിടെ പ്രതിഷ്ഠിക്കണമെന്നാണ്. ഇത്തരത്തിൽ ആസൂത്രിതമായാണ് അമേരിക്ക ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണം നടക്കുന്ന ഓരോ ദിവസവും ശക്തമായ ആക്രമണങ്ങൾ തന്നെയാകും അമേരിക്ക തയ്യാറാക്കിയിട്ടുണ്ടാവുക. ഈ ആക്രമണം നേരത്തെ തന്നെ ഇറാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാവണം നിങ്ങൾ തുടങ്ങിയാൽ തീർക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത്. ഇനി ഉറ്റുനോക്കുന്നത് ഇറാന്റെ പ്രത്യാക്രമണം ഏത് രീതിയിലായിരിക്കും എന്നതാണ്. തീർച്ചയായും ഇറാൻ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനാവശ്യമായ ആയുധ ബലം ഇറാന് നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മിസൈൽ സംവിധാനങ്ങളാണ് ഇറാനുള്ളത്. സ്വാഭാവികമായും അമേരിക്കൻ താവളങ്ങൾ, സൈനിക ബേസുകൾ, ഇസ്രയേൽ തുടങ്ങിയ ഇടങ്ങളിലായിരിക്കും ഇറാൻ ലക്ഷ്യമിടുക. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ സർവ്വസന്നാഹങ്ങളും രാജ്യത്ത് ഒരുക്കി തയ്യാറാക്കിയിട്ടുമുണ്ട്. ഏതായാലും തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ മേഖല കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണ്.